Friends, welcome to Commerce Bites. I hope you people are all doing well. So, ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓഗസ്റ്റ് 11, 2020 ആയി. ഇനി നമ്മളുടെ മുന്നിൽ ആകെ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് റിവ്യൂ ചെയ്യേണ്ട മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആൻഡ് യൂസ്ഫുൾ വീഡിയോ ഫോർ യു. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിലുള്ള സജ്ജമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതുപോലെ തന്നെ പോയിൻറ്റ്സ്, നിങ്ങൾ മസ്റ്റായിട്ട് നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസ് കേരള സെറ്റ് 2021 കൂടുതൽ ഫോക്കസ് ചെയ്ത് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സിൻ്റെ ഹോം പേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ബി ഫൈൻഡിങ് സോ മച്ച് വീഡിയോസ് ആൻഡ് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്ലേലിസ്റ്റ് കിട്ടും. എനിക്കറിയാം ഇനി നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ടുണ്ട്. ഈവൻ ദോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഇഫ് യു ആർ ചെക്കിംഗ് ഔട്ട് ദീസ് പ്ലേലിസ്റ്റ്. ഓക്കെ, പിന്നെ എൻ്റെ കുറച്ച് സ്റ്റുഡൻസിൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാകെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സേ ചെക്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പാസ്സാവാൻ പറ്റുമോ എന്നുള്ള ടെൻഷനും വിഷമവും പേടിയും എല്ലാം ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡോണ്ട് വറി ആൻഡ് ഡോണ്ട് ഗെറ്റ് ബോതേർഡ്. നിങ്ങൾ സുഖമായി തന്നെ കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ചെയ്യും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ ഞാൻ കോട്ട് ചെയ്ത് നിങ്ങളോട് പറയാം, അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അരച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ I can give you the surety that you people will definitely gonna crack this exam എന്നുള്ളത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ടോപ്പിക്സിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ബ്രീഫിങ്ങും തരാം. അതോടൊപ്പം തന്നെ വേഗം തന്നെ പോയിൻറ്റ്സ് പറഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, നല്ല സ്പീഡ് ഉണ്ടാവും. നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് കാണണമെങ്കിൽ നമ്മളുടെ വീഡിയോൻ്റെ സൈഡിലായിട്ട് ഒരു 3 ഡോട്ട്സ് ഉണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നോർമൽന്നോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് നോർമലായിരിക്കും കിടക്കുന്നത്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു 0.75 എക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. സോ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ. ഇപ്പോൾ നിങ്ങൾക്ക് പതുക്കെ കേൾക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എല്ലാ ടോപ്പിക്സും ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ എല്ലാത്തിലും മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കിത് കുറച്ച് ഇമ്പോർട്ടൻസോടുകൂടി നോക്കാം. അറ്റ് ദ എൻഡ് ലാസ്റ്റ് മിനിറ്റ് ടിപ്പായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് സെഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. നമ്മൾ ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കേരള ടെസ്റ്റ്, അല്ലേ? സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ടെസ്റ്റാണ്. സോ അപ്പോൾ അതിൽ തന്നെ നമുക്കറിയാം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ് കുറേ അധികം കൂടുതൽ തന്നെയായിരിക്കും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സെക്ഷനിൽ വരുന്ന തിയറിറ്റിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഞാൻ 1 by 1 ആയിട്ട് പറഞ്ഞു തരാം. അതിന് മുന്നേ ഒരു കാര്യം ആഡ് ഓൺ ചെയ്തോട്ടെ. അതായത് നമുക്ക് സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ, അതായത് കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്തു, അപ്പോൾ വാട്ട് യു വിൽ ബി ഡൂയിങ് എന്ന് നമ്മളോട് ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ എന്തായാലും ഒരു 1-2 ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു, ദാറ്റ്സ് ഫോർ ഷുവർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നമ്മൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഒട്ടും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ആ ഒരു ഒപ്പീനിയൻ എടുക്കാൻ. ഓക്കെ, ദിസ് ഈസ് യുവർ ഗോൾഡൻ ടിപ്പ്. ഓക്കെ, സോ പിന്നെ എനിക്ക് പറയാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് ആണ്. മൈക്രോ ടീച്ചിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടീച്ചിങ് ആണ്. ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യില്ലേ, ആ സെയിം സംഭവം തന്നെയാണ് മൈക്രോ ടീച്ചിങ്ങിൽ പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തത് ഡ്യുവറ്റ് എലനാണ്. അതിൻ്റെ കുറച്ച് സ്റ്റേജസും അതുപോലെ തന്നെ കുറച്ച് പോയിൻറ്റ്സ് ഒന്നറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. Okay, so micro teaching is very important. And the next point I want to share with you is heuristic method. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്നുള്ളൊരു പോയിൻ്റ് നിങ്ങൾക്കറിയാം. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സൊല്യൂഷൻ, ആ ഒരു എൻഡ് പോയിൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ടീച്ചർ അപ്രോച്ചാണ്. then it employs the practical method not guaranteed to be optimal. ഒട്ടും ഗ്യാരണ്ടി ചെയ്യാത്ത ഒരു മെത്തേഡാണ്, എന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ഗോളും കിട്ടുന്ന ഒരു മെത്തേഡാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഐ നോ ഐ ആം എ ബിറ്റ് ഫാസ്റ്റ്, ഐ നോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കേൾക്കണമെങ്കിൽ ജസ്റ്റ് ഗോ ദാറ്റ് 3 dots
എന്നിട്ട് അവിടെ ആ ഒരു സ്പീഡ് നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡായിട്ടോ അല്ലെങ്കിൽ സ്ലോ ആയിട്ടോ കേൾക്കുന്നെങ്കിൽ അങ്ങനെ കേൾക്കാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളുടെ ഈ കേരള സെറ്റ് എക്സാമിന് അവരൊരു സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ സിലബസ് ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആണിത്. ഓക്കെ, സോ അത്ര ഇമ്പോർട്ടൻസോടു കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന നുക്ക് ആൻഡ് കോർണർ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവണം എന്ന് നിങ്ങൾക്കൊരു ഷ്യൂരിറ്റി വേണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ടാവും. ഓക്കെ, സോ നെക്സ്റ്റ് പോയിൻ്റ് ഇനി എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രേഡിംഗ് ആൻഡ് ഇവാലുവേഷനാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രേഡിംഗ് ഉണ്ട്. റിലേറ്റീവ് ഗ്രേഡിംഗ് ഉണ്ട്, പിന്നെ ആബ്സല്യൂട്ട് ഗ്രേഡിംഗ് ഉണ്ട്, സബ്മിറ്റീവ് ഇവാലുവേഷൻ, ഫോർമേറ്റീവ് ഇവാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, അങ്ങനെ കുറച്ച് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഐ ആം നോട്ട് ഗോയിങ് മച്ച് ഫർദർ അബൌട്ട് ദാറ്റ്. എനിക്കറിയാം എല്ലാ സ്റ്റുഡൻസിനും ഈ ടോപ്പിക്സൊക്കെ നല്ല തറായിരിക്കും. കാരണം ഞാനിതൊരു 3-4 പ്രാവശ്യം എൻ്റെ വീഡിയോസിലും പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായിട്ടാണെങ്കിലും ഞാൻ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് പോയിൻ്റ് ഐ വോണ്ട് ടു ഡിസ്കസ് ഇസ് അനക്ഡോട്ടൽ ഒബ്സർവേഷൻ. ഒരു സ്റ്റോറി ലൈക്ക് ടീച്ചർ റെക്കോർഡ് ചെയ്യുന്ന കുട്ടികളിൽ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു മെയിൻ ഇൻസിഡൻസിനെയാണ് അനക്ഡോട്ടൽ ഒബ്സർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആരുടെ സെക്ഷനിലേക്കാണ് പോകുന്നത്? വൈഗോട്സ്കിയുടെ ഒരു പോയിൻ്റാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അതിൽ വാട്ട് ഈസ് നോൺ ZPV, അതായത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് നോട്ട് നോൺ. നമുക്ക് എന്താണോ അറിയില്ലാത്തത്, നമുക്ക് എന്താണോ അറിയുന്നത്, അത് തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാല്യൂ എഡ്യൂക്കേഷൻ. വാല്യൂ എഡ്യൂക്കേഷനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ, കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വേറെ നമുക്ക് നോക്കാം. സ്കിൽ ലേണിംഗ്, ഇതുപോലെയുള്ള കുറച്ച് ടേംസ് ഇല്ലേ, ആ ടേംസിൻ്റെയൊക്കെ ഒന്ന് അർത്ഥം അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഇതുപോലെയുള്ള പോയിൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു അറിവുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ സ്കിൽ ലേണിംഗ് എന്താണ് എന്നൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് തന്നെ ഗ്രാബ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗ്രാബ് ഔട്ട് ഇൻ ദ സെൻസ് നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ച ഗ്രാബ് ഔട്ട്. ഓക്കെ, സോ പിന്നെ സ്കീമ ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സ്പോസിറ്ററി ടീച്ചിങ്ങിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ, ഫങ്ഷൻസ് ഓഫ് ഇവാലുവേഷൻ. ഞാനിതെല്ലാം കൂടെ ഒരു കുഴമ്പ് രൂപത്തിലാണ് പറയുന്നത്. ഐ തിങ്ക് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് ദ പോയിൻറ്റ്സ്. ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സപ്പ് ആക്കിയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച രീതിയിൽ ഞാൻ മിക്സപ്പ് ആക്കിയാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ പേജസിൽ ഓരോ ടോപ്പിക് എന്നുള്ള രീതിയിൽ കേട്ട് എഴുതി പോകാം. ഓക്കെ, so the next point, which is a very very important point, is defensive mechanism. ഐ തിങ്ക് ഡിഫെൻസീവ് മെക്കാനിസത്തിന് ഞാൻ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിഫെൻസീവ് മെക്കാനിസം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡിഫെൻസീവ് മെക്കാനിസം ഞാൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ്, റിയാക്ഷൻ ഫോർമേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, പ്രൊജക്ഷൻ, അങ്ങനെ കുറേ അധികം നമുക്ക് ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ട്. ട്രൈ ടു ലേൺ ഓൾ ദീസ് ഡിഫെൻസീവ് മെക്കാനിസം. അറ്റ്ലീസ്റ്റ് അത് എന്തൊക്കെയാണ് അതിൻ്റെ മീനിങ് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻറ്റ് സിറ്റുവേറ്റഡ് ലേണിംഗ് ഞാൻ പറഞ്ഞു. അവിടെ നമുക്ക് 3 എലമെൻറ്റ്സ് ഉണ്ട്: കണ്ടൻറ്, കോണ്ടെക്സ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് സിറ്റുവേറ്റഡ് ലേണിംഗ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പഠിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് സിറ്റുവേറ്റഡ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു മാസ്റ്ററി ലേണിംഗ് പ്രൊപ്പൗണ്ട് ചെയ്തത് ബെഞ്ചമിൻ ബ്ലൂമാണ് ഇൻ ദ ഇയർ 1968. അത് നമ്മൾ ഓരോ നെക്സ്റ്റ് ലെവൽ കവർ ചെയ്ത് പോകുന്നതിനെയാണ് മാസ്റ്ററി ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വി ഹാവ് സ്റ്റഡീഡ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ പ്രൊപ്പൗണ്ട് ചെയ്തത് ഡേവിഡ് പി ഒസബൽ ആണ്. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ അതിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ സ്റ്റുഡൻസിന് അഡ്വാൻസ് ആയിട്ട് ആ ഒരു പ്രസൻറ്റേഷൻ എന്താണോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ആ ഒരു ടോപ്പിക്കിനെ പറ്റി കുട്ടികൾക്ക് ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. പിന്നെ ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിങ്ങിനെ പറ്റി പഠിച്ചു. അത് ടീച്ചർ ആഡ് സപ്പോർട്ട് ഫോർ ദി സ്റ്റുഡൻസ് ഇൻ ഓർഡർ ടു എൻഹാൻസ് ലേണിംഗ്.
ആൻഡ് എയ്ഡ് ഇൻ മാസ്റ്ററി ഓഫ് ടാസ്ക്. സോ കുട്ടികൾക്ക് ടീച്ചർ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് നിൽക്കുന്നതിനെയാണ് ഇൻസ്ട്രക്ഷണൽ സ്കാഫോൾഡിംഗ് കൊണ്ട് പറയുന്നത്. പിന്നെ നമ്മൾ റെസിപ്രോക്കൽ ടീച്ചിങ്ങിനെ കുറിച്ച് പഠിച്ചു. ഡയലോഗ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ് റിഗാർഡിംഗ് ദ സെഗ്മെൻറ്റ് ഓഫ് ടെസ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് മീനിങ് ഓഫ് ദ ടെസ്റ്റ്. പിന്നെ ഡിസ്കവറി ലേണിംഗ് പഠിച്ചു. അതായത് നമ്മൾ ഓരോ കാര്യങ്ങളും ചകഞ്ഞ് പഠിക്കുന്നതിനെയാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് നമ്മൾ പഠിച്ചു. അത് പ്രൊപ്പോണ്ട് ചെയ്തത് ബ്രണ്ണറാണ്. ആൻഡ് വി ഹാവ് സ്റ്റഡീഡ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ ടൈപ്പ് ഓഫ് ലേണിംഗ്, അതാണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. പിന്നെ അവോയ്ഡൻസ് ലേണിംഗ്. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലേൺ എ ബിഹേവിയർ ടു അവോയ്ഡ് സ്ട്രെസ് ഓർ അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു അൺപ്ലസൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അവോയ്ഡൻസ് ലേണിംഗ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് എസ്കേപ്പ് ലേണിംഗ് എന്നും പറയും. ഓക്കെ, then we have studied curriculum design, instructional design. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടെണ്ണത്തിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഇറ്റ്. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള മെയിനായിട്ടുള്ള ഹൈലൈറ്റഡ് പോയിൻറ്റ്സ് ആണ് ജസ്റ്റ് ഒരു സിംഗിൾ ലൈനിൽ വേഗം പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കിനി അതിൽ കൂടുതൽ വേണമെങ്കിൽ ഈ പോയിൻറ്റ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഇപ്പോൾ കരിക്കുലം ഡിസൈൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, കരിക്കുലം ഡിസൈൻ എന്ന് പറയുക. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. അതാണ് നമ്മൾക്കിവിടെ മെയിനായിട്ട് വേണ്ടത്. കാരണം ഇനി നമ്മുടെ മുന്നിൽ ഇനി പഠിച്ചിരിക്കാൻ സമയമില്ല. നമുക്ക് വേഗം ഓരോന്നിൻ്റെ ഐഡിയ കിട്ടി പോകുന്നതാണ്. ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എക്സാമിൻ്റെ അന്ന് ഇപ്പോൾ ഇഫ് യു ഹാവ് ടൈം ഇറ്റ് വിൽ ബി ഗുഡ്. നിങ്ങൾ എന്തായാലും എക്സാമിന് പോകുന്നതിന് മുന്നേ കുറച്ച് ഒരു റിവിഷൻ പോലെ നിങ്ങൾ കണ്ടക്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഈ മെൻഷൻ ചെയ്യുന്ന ഓരോ പോയിൻറ്റ്സും നിങ്ങളിപ്പോൾ നോട്ട്ബുക്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഓരോ പോയിൻറ്റ്സ് പറഞ്ഞു പോകുന്നില്ലേ, ആ ഓരോ പോയിൻറ്റ്സ് നോട്ട് ഡൗൺ ചെയ്ത് പോയി ഓരോ സ്റ്റാർ ഇട്ട് ആ പോയിൻറ്റ്സ് എഴുതി പോയിട്ട് അറ്റ് ദ എൻഡ് നിങ്ങൾ ആ പോകുന്നതിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം, അതായത് എക്സാമിൻ്റെ തലേ ദിവസം നിങ്ങൾ ഈ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഒന്ന് നോക്കി പോകുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. സോ കരിക്കുലം ഡിസൈൻ, ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ. പിന്നെ ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന്, ask creative and interesting questions related to the subject content applicable to the real life and allow learners to the teachers. So ഒരു ഫെസിലിറ്റേറ്റർ ആ ക്വസ്റ്റ്യൻ വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ നിങ്ങളോട് പറയുന്നത്. അതായത് ടീച്ചർ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് കൊടുക്കുന്നതോ ഇല്ലെങ്കിൽ റിയൽ ലൈഫിൽ വെച്ച്, ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് റിയൽ ലൈഫിൽ വെച്ച് കണക്ട് ചെയ്ത്, ഞാൻ അക്കൾട്രേഷനെ പറ്റി പഠിപ്പിച്ചിട്ടില്ലേ, അതിൽ ഞാൻ റിയൽ ലൈഫായിട്ടല്ലേ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നത് വെൻ ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ എന്ന് പറയുമ്പോഴാണ്. ഓക്കെ, പിന്നെ ലേണേഴ്സിനെ ടീച്ചേഴ്സ് ആക്കുക. അതായത് നമ്മളിപ്പോൾ സെമിനാർ എടുക്കുക, ഒരു ക്ലാസ്സിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് നമ്മൾ സെമിനാർ എടുക്കില്ലേ, അത് തന്നെയാണ് അലോ ലേണേഴ്സ് ടു ബി ദ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ഇസ് അക്കൾട്രേഷൻ. ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയുള്ളൂ. അക്കൾട്രേഷൻ എന്ന് പറയുന്നത് ഞാൻ കണക്ട് ചെയ്തത് മാരേജിനെ വെച്ചിട്ടാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ അഡോപ്റ്റ് ആൻഡ് അക്വയർ ടു ദ ന്യൂ കൾച്ചർ എന്നുള്ളതാണ് അക്കൾട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അക്കൾട്രേഷൻ്റെ ഒരു 5 പ്രോസസ്സ് ഉണ്ട്. ദീസ് ആർ ദ 5 ഇമ്പോർട്ടൻറ്റ് പ്രോസസ് ഓഫ് അക്കൾട്രേഷൻ. ആദ്യം എൻതൂസിയാസ്റ്റിക് അക്സെപ്റ്റൻസ് ആയിരിക്കും, വളരെ സന്തോഷമൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഡൗട്ടും റിസർവേഷനൊക്കെ ആവും. പിന്നെ റീസൺമെൻറ്റ് ആൻഡ് ക്രിറ്റിസിസം, അപ്പോഴേക്കും ഒച്ചപ്പാടായി ബഹളായി അങ്ങനെയുള്ള പരിപാടികളായി. പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യും. കുറച്ച് പേരെങ്കിലും നമ്മളുടെ ലൈഫ് ഇതാണ്, നമ്മളുടെ തലവര ഇതാണ് എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ദെൻ അക്കോമഡേഷൻ ആൻഡ് ഇവാലുവേഷൻ. പിന്നെ നമ്മൾ ആ ഒരു കൾച്ചറിലേക്ക് കംഫർട്ടാവും. ഓക്കെ, സോ അതാണ് അക്കൾട്രേഷനും അതിൻ്റെ പ്രോസസ്സും. പിന്നെ എനിക്ക് പറയാനുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ബ്ലൂംസ് ടാക്സോണമിയാണ്. ബ്ലൂംസ് ടാക്സോണമിയിൽ നമുക്കറിയാം 3 ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. കോഗ്നേറ്റീവ്, അഫക്റ്റീവ്, സെൻസറി, ഡൊമെയിൻ എന്ന് പറഞ്ഞ് 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്രിയേറ്റ്, ഇവാലുവേറ്റ്, അനലൈസ്, അപ്ലൈ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ. അങ്ങനെയാണ് അതിൻ്റെ ഓരോ ടയേഴ്സും പോകുന്നത്. അതായത് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് പോകുന്നത്. അതിന് ഞാനൊരു നിമോണിക് ക്രിയേറ്റ് ചെയ്ത് തന്നിരുന്നു. CEA2UR എന്നാണ് ഞാൻ ആ ഒരു നിമോണിക് ക്രിയേറ്റ് ചെയ്തത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ്, ഇവാലുവേറ്റ്, അനലൈസ്, അപ്ലൈ, അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പർ എന്നാണ് ആ ഒരു രീതി പോകുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയത് ലേണേഴ്സിൻ്റെ കേർവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലേണേഴ്സിൻ്റെ പ്ലേ 2 ഓർക്കുന്നുണ്ടോ? ദ ലോങ് ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സ്ട്രെച്ച് ഇൻ ദ ലേണിംഗ് കേർവ് റെപ്രസെൻറ്റ്സ് ദ സ്റ്റേഷനറി സ്റ്റേജ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. പിന്നെ നമ്മൾ അവിടെ റിഫ്ലക്റ്റീവ് ടീച്ചിങ്ങിനെ പറ്റി പഠിച്ചു. റിഫ്ലക്റ്റീവ് ടീച്ചിങ് പ്രൊപ്പൗണ്ട് ചെയ്തത് ജോൺ ഡ്യൂയി ആണ്. പിന്നെ നമ്മൾ ലേണേഴ്സിൻ്റെ കേർവിൻ്റെ കാര്യം പറഞ്ഞു. ആൻഡ് ദെൻ റിഫ്ലക്റ്റീവ് ലേണറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്.
Then we have studied Dale's Cone of Experience. Dale's Cone of Experience അതിൽ തന്നെയുണ്ട് ആരാണ് ഇത് പ്രൊപ്പോണ്ട് ചെയ്തത് എന്നുള്ളത്. അത് എഡ്ഗർ ഡെയിലാണ്. അദ്ദേഹത്തിൻ്റെ ലേണേഴ്സ് പിരമിഡ്, ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ പറഞ്ഞില്ലേ ഓരോ ടയേഴ്സ് എന്ന്, അതായത് ട്രയാങ്കിൾ പോലെ ഇരിക്കും, അതിൽ ഓരോ സെക്ഷൻ ബൈ സെക്ഷനെയാണ് ഈ ലേണിംഗ് പിരമിഡിൽ പറയുന്നത്. ഓക്കെ, സോ അതും നിങ്ങൾക്ക് ഞാനൊരു സ്റ്റോറി പോലെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഡെയിലി ടോപ്പ് മിനി സീരീസിലുണ്ട്. ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം ഇഫ് യു നീഡ്. ഓക്കെ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോഡൽസിനെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, അത് പ്രൊപ്പോണ്ട് ചെയ്തത് ഹിൽഡ തബയാണ്. ഈ പേരുകളൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡൽസ് ചിലപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഇല്ലെങ്കിൽ വിച്ച് മോഡൽ വാസ് പ്രൊപ്പോണ്ടഡ് ബൈ ഹിൽഡ തബ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു 4 മോഡൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പെടും അല്ലേ. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് പഠിച്ചു വയ്ക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാൻ പറ്റണം ഹിൽഡ തബയുടെ ആ ഒരു മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ അത്ര ക്രിസ്പാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ, എൻക്വയറി ട്രെയിനിങ് മോഡൽ, അത് പ്രൊപ്പോണ്ട് ചെയ്തത് റിച്ചാർഡാണ്. പിന്നെ ജുറിസ്പ്രുഡൻഷ്യൽ എൻക്വയറി മോഡൽ, അത് പ്രൊപ്പോസ് ചെയ്തത് ഡൊണാൾഡ് ഒലിവർ ആൻഡ് ജെയിംസ് ഷേവർ ആണ്. പിന്നെ ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ, കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് മോഡൽ, അതും ഹിൽഡ തബയുടെ മോഡൽ തന്നെയാണ്. സോ ഇതുപോലെയുള്ള എല്ലാ മോഡൽസിൻ്റെ പേരുകളും അതിൻ്റെ ഒരു ഐഡിയ എന്താണ് ആ മോഡൽ എന്ന് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം എക്സാമിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, ഇനി വേറെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോട്ടഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് കൾച്ചറാണ്. കൾച്ചറിനെ പറ്റി കുറച്ചധികം ടേംസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഡിഫ്യൂഷൻ, കൾച്ചറൽ ഇനേർഷ്യ, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, കൾച്ചറൽ പ്ലൂറലിസം, കൾച്ചറൽ ട്രാൻസ്മിഷൻ. ഇത്ര പോയിൻറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഐ ആം പ്രിറ്റി ഷുവർ ദാറ്റ് യു പീപ്പിൾ ഹാവ് കവേർഡ് ദാറ്റ് പോർഷൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഞാൻ എന്തായാലും ഇത് ഡെഫിനറ്റായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഇപ്പം നിങ്ങളത് നോക്കിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ലീവ് ഇറ്റ്. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ പോയിൻറ്റ്സ് കൾച്ചറൽ ലാഗ്, കൾച്ചറൽ ഡിഫ്യൂഷൻ, കൾച്ചറൽ ഇനേർഷ്യ, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, കൾച്ചറൽ പ്ലൂറലിസം ആൻഡ് കൾച്ചറൽ ട്രാൻസ്മിഷൻ, ഇത്ര പോയിൻറ്റ്സ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഈ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ ചാൻസസ് വളരെയധികം ഹൈ ആണ്. അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ ഓരോ പോയിൻറ്റ്സും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, സോ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് കൺട്രീവ്ഡ് എക്സ്പീരിയൻസസ്. എന്താണ് ഈ കൺട്രീവ്ഡ് എക്സ്പീരിയൻസസ്? അതിൻ്റെ ആ ഒരു എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് വേണം. പിന്നെ നേരത്തെ നമ്മൾ ബ്ലൂംസ് ടാക്സോണമീനെ പറ്റി പഠിച്ചിരുന്നു. അതിൻ്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ്. അവിടെ നമുക്ക് 6 പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവറാണ്. ഞാൻ നിങ്ങളോട് 100% ഉറപ്പ് പറയാം. കാരണം അതായത് ഇവർ ചോദിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അല്പം കൺഫ്യൂഷനായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കാൻ ചാൻസസ് ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. അവർ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പം നമുക്കിവിടെ 6 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. നോളജ് ആസ് എ പ്രോഡക്റ്റ്, കോംപ്രിഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ എന്നിങ്ങനെ 6 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഈ 6 പോയിൻറ്റ്സും അവർ ചിലപ്പോൾ ഇതിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ള വേർഡ്, ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ 6 പോയിൻറ്റിൽ ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ കുട്ടികളൊന്ന് പെടയും അല്ലേ. സോ ഡെമോൺസ്ട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻ എന്ന പോയിന്റിലേക്കാണ് അത് സ്യൂട്ട് ചെയ്യുന്നത്. സോ അതുപോലെ നിങ്ങൾ നല്ല ഒരു ക്രിസ്പായിരിക്കണം. നിങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക, നിങ്ങളുടെ വിരൽ തുമ്പിൽ ഉണ്ടാവണം, ഫിംഗർ ടിപ്സിൽ ഉണ്ടാവണം. ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സെപ്പറേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനാലിസിസ് ആണ്. ആ ഒരു പോയിൻ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് അതിനുള്ള ആ ഒരു മെൻ്റലി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് അത്ര ഇമ്പോർട്ടൻ്റോട് കൂടി തന്നെ ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് ടിപ്സും ട്രിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കൺസ്ട്രക്റ്റിവിസം. ആരാണ് പ്രൊപ്പോസ് ചെയ്തത്? പൈഗറ്റ്, എല്ലാവർക്കും അറിയാം അല്ലേ.
കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പോയിൻ്റാണ് പൈഗറ്റ്. പിന്നെ വേറൊരു പോയിൻ്റ് എനിക്ക് പറയാനുള്ളത്, അതായത് കുറച്ചെങ്കിലും സ്റ്റുഡൻസിന് അതൊരു കൺഫ്യൂഷൻ ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് കോഗ്നേറ്റീവ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ, അതിൽ കോഗ്നേറ്റീവ് ലേണിംഗ് തിയറി എന്നുള്ളത് ജെറോം ബേർണറാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കോഗ്നേറ്റീവ് ലേണിംഗ് തിയറി. വൺസ് അഗെയിൻ ഐ വിൽ റിപ്പീറ്റ്, കോഗ്നേറ്റീവ് ലേണിംഗ് തിയറി. പക്ഷേ നമ്മളുടെ പൈഗറ്റിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറിയിൽ പറഞ്ഞിട്ടുള്ളതാണ് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്. സോ ഇത് രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ജെറോം ബെർണറിൻ്റെ പറഞ്ഞിരിക്കുന്നത് കോഗ്നേറ്റീവ് ലേണിംഗ് തിയറിയാണ്, പൈഗറ്റിൻ്റെ പറഞ്ഞിട്ടുള്ളത് കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. ഇത് രണ്ടാണ്. കുട്ടികൾ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡായി പോവാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിൻ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ റൈറ്റ് നൗ ഐ ആം കൺക്ലൂഡിങ് ദിസ് വീഡിയോ. നോക്കൂ, ഇപ്പോൾ തന്നെ ഞാൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു പകുതി സെക്ഷൻ മാത്രം നിങ്ങൾക്ക് കവർ ചെയ്തിട്ടുള്ളൂ. ഇനി കുറേ അധികം പോയിൻറ്റ്സ് എനിക്ക് എത്തിക്കാനുണ്ട്. ഇനിയും ഞാൻ കൂടുതൽ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ വീഡിയോ ഭയങ്കരമായിട്ട് വൈഡ് ആവും, പിന്നെ നിങ്ങൾക്കതൊരു ബോറാവും. അതുകൊണ്ട് റൈറ്റ് നൗ ഐ എം സ്റ്റോപ്പിംഗ് ദിസ് വീഡിയോ റൈറ്റ് നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ദാറ്റ്സ് ഇറ്റ് ഫോർ നൗ. താങ്ക് യു.